മോളിവുഡ് ടൈംസ് കണ്ടു. ഇറ്റ് പാർഷ്യലി വർക്ക് ഫോർ മീ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ബിക്കോസ് ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്രെയിം തന്നെ ഒരു ഗ്ലോബ് വരയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഗ്ലോബ് വരയ്ക്കുമ്പോൾ അതൊരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് അതിൽ ചെറിയൊരു ഇംപെർഫെക്ഷൻ ഉണ്ട്. അത് മൊത്തത്തിൽ സർക്കിൾ ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ആയിട്ട് ചെറിയൊരു ഇംപെർഫെക്ഷൻ ഉണ്ട്. അത് കൈ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മിസ്റ്റേക്സ് ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് എനിക്ക് മൂവി ഫെൽറ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഫുൾ സർക്കിൾ, ബട്ട് ദർ ഈസ് എ ലിറ്റിൽ ഇംപെർഫെക്ഷൻ ഹിയർ ആൻഡ് ദർ. Because see, we expect the best from a filmmaker like Abhinav Sundar Nayak. അത്രേ ഉള്ളൂ. ബിക്കോസ് ഹി ഈസ് വെരി കോൺഫിഡന്റ്, ഹി ഈസ് ബ്രൂട്ടലി ഹോണസ്റ്റ്, ഹി ഈസ് ബോൾഡ് ആസ് ഫക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാകുമ്പോഴത്തേക്ക് നമ്മൾ അയാളുടെ ഒന്നും പെർഫെക്ഷൻ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഐ എം എക്സ്പെക്ടിങ് ഓൺലി ദാറ്റ്. ഈസ് മൈ കോൺഫിഡൻസ്. മൂന്നിന് വേണ്ടി കണ്ടതിന് ശേഷം ഞാൻ ഡിസൈഡ് ചെയ്തു ഹി ഈസ് ഗോയിങ് ടു മേക്ക് എ വേവ് ഇൻ മലയാളം സിനിമ, ആൻഡ് ഐ വാസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ഈ മൂവി മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നോട്ട്. ആസ് എ സിനിഫൈൽ, ഈ മൂവി രണ്ട് ടൈപ്പിലാണ് വർക്ക് ആവുന്നത്. മൂവി കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന, മൂവിയെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് 2 hours എന്റർടൈൻമെന്റുമായിട്ട് മാത്രം കാണാതെ എന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ മൂവി എന്തായാലും ഒരു ക്ലോസ് ടു ഹാർട്ട് തിങ് ആയിരിക്കും. പക്ഷെ ഒരു വളരെ കോമൺ ഓഡിയൻസ്, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് ഇത് എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് ഐ ഡോണ്ട് നോ. പക്ഷേ ഫസ്റ്റ് ഹാഫ് വിൽ വർക്ക് ഫോർ എവരിവൺ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫസ്റ്റ് ഹാഫ്. ബിക്കോസ് അത് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നമ്മളൊരു ഭയങ്കര നല്ലൊരു മൂഡിലോട്ട് ഇന്നാക്കി, പിന്നെ പതുക്കെ സ്റ്റോറി ബിൽഡ് ആയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ മൂവിയുടെ ടീസർ കണ്ടിട്ടില്ല, പിന്നെ ഇതിനെക്കുറിച്ച് അധികം ഒന്നും തന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല. എന്തെങ്കിലും വന്നതിനെ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ബിക്കോസ് ഹി ഹിംസെൽഫ് ടോൾഡ് ദാറ്റ് ഡു നോട്ട് വാച്ച് എനിത്തിങ്, ആൻഡ് ഐ ഡോണ്ട് വാച്ച്. ലൈക്ക് ഈ മൂവി നല്ല ഒരു മൂവിക്ക് ഞാനിപ്പോൾ ടീസർ ടൈലർ ഒന്നും അധികം കാണാറില്ല. എന്റെ ഒരു സിനിമ വാച്ചിങ് എക്സ്പീരിയൻസിനെ ആക്ച്വലി എഫക്ട്. സോ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ലൈക്ക് പ്രഡിക്ഷൻ കുറച്ച് കുറയും എന്നുള്ളതാണ് എന്റെ ഒരു തോട്ട്. വിത്ത് നോ കംപ്ലൈൻസ്, ദ ഫസ്റ്റ് ഹാഫ് എൻഡഡ് റിയലി വെൽ. ആ ഒരു നോട്ട് തന്നെ, ഫസ്റ്റ് എന്റർവെൽ ആവുന്ന ഒരു നോട്ട് തന്നെ വളരെ ഹൈ നോട്ടിലാണ് അത് എൻഡ് ആവുന്നത്. ഐ വാസ് ടോട്ടലി ഇൻ ആൻഡ് ഐ വാസ്. പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആയിട്ട് കുറച്ച് നേരം ദ ഫ്ലോ വാസ് ഗുഡ്, ആൻഡ് ദെൻ ഇറ്റ് ഫെൽ ലിറ്റിൽ ഫ്ലാറ്റ് ഇടയ്ക്ക് പോലെ. ലൈക്ക് നമുക്ക് മനസ്സിലായി ഇത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഓൾറെഡി കാണിച്ച കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. വെൻ വി സീ ഹിസ് സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ്, ഈ സീൻസിന്റെ ഒക്കെ ആവശ്യമില്ല എന്ന് ചില സീൻസ് ഒക്കെ നമുക്ക് തോന്നി. പിന്നെ ചിലതൊക്കെ കുറച്ച് എവിടെയോ ഒരു ഹോൾഡ് കൈ നഷ്ടപ്പെട്ടു പോയ പോലെ ഒരു ഫീൽ ഇടയ്ക്ക് ഇങ്ങനെ വരും. എന്നിട്ട് ക്ലൈമാക്സ് ആകുമ്പോൾ വീണ്ടും ഒരു ബാങ് ആണ് ക്ലൈമാക്സ്. ബട്ട് ദർ വാസ് സം ഗുഡ് മൊമെന്റ്സ് ലൈക്ക് വാട്ട് വി ഫെൽറ്റ് ഇൻ ദ മൂന്നിനുണ്ണി ഓൾസോ. പക്ഷേ ഇത് ഒരു സിനി ഫൈലിന്, ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കറിന് മസ്റ്റായിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. അതിനകത്ത് നല്ല കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. ഗംഭീര മേക്കിംഗ് ആണ്. DOP ആയിക്കോട്ടെ, പിന്നെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, ഇതിനകത്തൊരു സാധനം ഉണ്ട്, ഒരു ഐറ്റം ഉണ്ട് അതിനകത്ത്. അത് പക്ഷേ അത് നിങ്ങൾ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഓണാണ്. പിന്നെ നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഫുൾ ഹാർട്ടായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിലെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഗായ് ഈസ് ബോൾഡ്. അയാൾ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഈ കോമൺ ഓഡിയൻസ് ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും, കുറെ വ്യക്തതകൾ വരും. ഇതൊന്നും ആരും പറയാൻ ശ്രമിക്കൂല. There are certain scenes, I think almost most of the movie is based on his real life story. This is what I feel from whatever I know of him. Yeah, so this is what I have to tell you about Mollywood Times. It partially worked for me. The second half could have been better at some level. Naslന്റെ പെർഫോമൻസ് എടുത്ത് പറയണം. This guy is evolving. ഓക്കെ, ഹി ഈസ് ദ നെക്സ്റ്റ് ബിഗ് തിങ്. ഓൾറെഡി ഇപ്പോഴത്തെ ഒരു യൂത്ത് ആ ഒരു ലൈനപ്പിൽ പുള്ളിയാണ് ടോപ്പിൽ നിൽക്കുന്നത്. വൺ ഓഫ് ദ ടോപ്പ് ഗാങ്സ്റ്റർ അഭിനവ് സുന്ദർ നായക്. ഇഫ് യു ആർ വാച്ചിങ്, കീപ് മേക്കിംഗ് മൂവീസ്.